ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നതിനും ഒപ്പം വാസ്തുശാസ്ത്രത്തിൽ നിലവിലുള്ള ഒട്ടനവധി സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ പ്രിയമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ അങ്കമാലിയിൽ നിന്നും എഴുതുന്നു. ഞാനിവിടെ വീട് പണിത താമസിക്കുകയാണ്. ആദ്യം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഡിവോഴ്സായി. അത് കാരണം ആകെ പ്രയാസത്തിലാണ്. ജാതകം നോക്കിയാണ് വിവാഹം നടത്തിയത്. പലരും വീടിന് ദോഷമാണെന്ന് പറയുന്നുണ്ട്. എല്ലാവിധ ഡീറ്റെയിൽസും ഇതിനോടൊപ്പം വയ്ക്കുന്നു. ദയവായി മറുപടി തന്നെ സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പടിഞ്ഞാറോട് ദർശനമുള്ള വീടായിട്ടാണ് കാണുന്നത്. അപ്പം ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു ഗേറ്റ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം എപ്പോഴും നമ്മൾ ക്ലോസ് ആയിട്ട് ഇടുന്നൊരു സ്ഥലമാണ്. കാരണം വെച്ചാൽ ആ ഒരു ഭാഗത്ത് നമ്മളൊരു ഓപ്പൺ ഏരിയയോ അല്ലെങ്കിൽ വാതിലുകളോ അല്ലെങ്കിൽ ഗേറ്റോ ഒന്നും നമ്മൾ ആ സാധാരണ എങ്ങും വാസ്തു അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ ചെയ്യാറില്ല. അപ്പം ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഈ ഗേറ്റ് വന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് താമസിക്കുമ്പോൾ അസുഖങ്ങളും സ്ത്രീകൾക്ക് ദോഷങ്ങളും പൈസ നിൽക്കാത്ത അവസ്ഥകളൊക്കെ വന്ന് ചേരും. അപ്പം ഗേറ്റിൻ്റെ സ്ഥാനം പകുതിക്ക് ശേഷം, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് വരെയുള്ള നീളം എടുത്ത് അതിൻ്റെ പകുതി എടുത്ത ശേഷം അതിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇത് മാറ്റി സ്ഥാപിക്കുക. രണ്ടാമതൊരു വിഷയം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. കൂടെ ഒരു സെപ്റ്റി ടാങ്കും അവിടെ വരുന്നുണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ നമ്മൾ സാധാരണ വാസ്തു അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാറില്ല. കാരണം വെച്ചാൽ ഇവിടെ സെപ്റ്റി ടാങ്കോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മറ്റെന്തെങ്കിലുമോ കിണറുകളോ അല്ലെങ്കിൽ മറ്റ് മലിനജലം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ മൂത്ത കുട്ടിക്കൊക്കെ അത് ദോഷമാണ്. അത് തന്നെയല്ല, ഫാമിലി പ്രോബ്ലംസും ഉണ്ടാവാം, ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. ചിലപ്പോൾ ജാതകത്തിലേക്ക് ചെറിയ സമയമോശങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഡൈവേഴ്സിലേക്ക് പോകാം. അപ്പം എന്തായാലും ഇതിനകത്തൊരു ഡൈവേഴ്സ് വിഷയത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മെയിൻ വിഷയം ഉണ്ടാക്കുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ഒരു ടോയ്ലറ്റും സെപ്റ്റി ടാങ്കുമാണ്. അപ്പോൾ സെപ്റ്റി ടാങ്കും ടോയ്ലറ്റും പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ടോയ്ലറ്റും സെപ്റ്റി ടാങ്കും അവിടെ കിടക്കുന്ന കാലത്തോളം ഈ ഒരു പ്രശ്നങ്ങളെയും കുട്ടിയെ ബാധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് വാസ്തു അനുസരിച്ച് ഒരു പരിഹാരം ഇവർ ചെയ്യിപ്പിക്കുക. അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് 130 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് മാറുകയുള്ളൂ. ഈസ്റ്റ് ഭാഗത്തേക്കാൾ ഒരുപാട് വെസ്റ്റ് ഭാഗത്ത് ഒരുപാട് സ്പേസ് ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതൊരു കൃത്യമായിട്ടുള്ള അളവിൽ ഒരു മതിൽ കെട്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ വാസ്തു സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുപോലെ ഇവരുടെ ജാതകം എടുക്കുന്ന സമയത്ത് ഇവരുടെ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്തും പിതൃദോഷം നല്ല കാര്യമായ രീതിയിൽ കാണുന്നുണ്ട്. കാരണം പിതൃക്കളുടെ പ്രീതി ഇല്ലാതെ നമുക്കൊരു കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുപോലെ പിതൃക്കളെ പ്രീതിപ്പെടുത്തുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇവരെ ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതുമായിട്ട് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കാണുന്നുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആകുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഇവർക്ക് തീർച്ചയായും കിട്ടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കേസുകൾ നേരിൽ പോകുമ്പോൾ ഇതിനോടനുബന്ധിച്ച് മറ്റെന്തെല്ലാം പ്രയാസങ്ങളാണ് കണ്ടുവരുന്നത്? അതിനെന്തൊക്കെയാണ് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാറുള്ളത്? ഞാൻ പോകുമ്പം പല വീടുകളിലും ഇത് പൊളിച്ചു പണിയാനൊന്നും അവർക്ക് സാമ്പത്തിക ശേഷിയുള്ളവരാവണമെന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മൾ വാസ്തു അനുസരിച്ച് നമ്മൾ പോയി നോക്കി ചെയ്യുമ്പം ഇപ്പോൾ കിണറിപ്പം കന്നിമൂലയ്ക്ക് വന്നെങ്കിലും അല്ലെങ്കിൽ ടോയ്ലറ്റ് കന്നിമൂലയ്ക്ക് വന്നെങ്കിലും അത് നിർത്തിക്കൊണ്ട് നമ്മൾ എങ്ങനെ അതിനെ പരിഹാരം ചെയ്യാമെന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുക. പക്ഷേ നമ്മളിതിനെ നിർത്തിക്കൊണ്ട് നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് 100% ഒന്നും ഗുണം കിട്ടില്ല. പക്ഷേ എന്നാലും അവർക്കൊരു 70-75% അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ അവർക്ക് തീർച്ചയായും കിട്ടും. ഒരു 10% അല്ലെങ്കിൽ 15% എപ്പോഴും ബ്ലാങ്കായിട്ട് തന്നെ നടക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു വീടെടുക്കുമ്പം നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. കാരണം വെച്ചാൽ ഓരോ ആൾക്കാർക്ക് ഉണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആൾക്കാർക്ക് ഓരോ തലയിലെഴുത്തുണ്ട്. ചിലർക്ക് ജാതകത്തിനകത്ത് പ്രശ്നങ്ങൾ കാണും, ചിലർക്ക് വാസ്തുവിനകത്ത് വിഷയങ്ങൾ കാണും, ചിലപ്പം വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കാണും. തലയിലെഴുത്ത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഏകദേശം പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. തലയെഴുത്ത് മാത്രം നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ഓരോ വീടുകൾ എടുക്കുമ്പോഴും അതിനകത്ത് വാസ്തുവിൻ്റെ കംപ്ലൈൻറ്റുകൾ എന്താണെന്ന് അതിനകത്ത് വാസ്തു നോക്കുന്ന ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റും. കാരണം അതിനകത്ത് എന്താണോ ആ ഒരു കംപ്ലൈൻ്റായിട്ട് വരുന്നത് അത് മാത്രമേ വാസ്തുവിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് അവരെ ബാധിക്കുന്നുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ എപ്പോൾ ചെയ്യുന്നു ആ ഒരു പ്രശ്നം അവർക്ക് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. നമ്മൾ വാസ്തുവൊക്കെ ചെയ്തു, വാസ്തുവിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്തത് എന്തായാലും ശരിയായില്ല എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ വാസ്തുവിൻ്റെ ദോഷങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ നമ്മൾ എപ്പോൾ ചെയ്യുന്നു അന്നേരം തൊട്ട് അതിൻ്റെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. എപ്പോഴും നമ്മൾ വാസ്തുവിൻ്റെ പ്ലാനൊക്കെ വരച്ച ശേഷം ചിലപ്പോൾ അറിയാതെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള പണിയുടെ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നെന്നിരിക്കാം. അപ്പം അത് ആരെങ്കിലും കാണിച്ചിട്ട് ഇതേപോലെ പരിഹാരം ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു വിഷയങ്ങൾ ഒരിക്കലും അവരെ ബാധിക്കാതെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. ഈ ഒരു വീട്ടുകാരെ ബാധിച്ചിരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കന്നിമൂല ടാങ്കാണ്. കാരണം വെച്ചാൽ
ഇത്രയും നാളായിട്ട് ഇവർക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇവർക്കൊരു ബോധേടല്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് നിരന്തരമായ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ ജാതകത്തിലും കുഴപ്പമില്ല, നിരന്തരമായ വിഷയങ്ങൾ വന്നു കഴിയുമ്പോഴാണ് വാസ്തുവിൻ്റെതാണ് എന്നുള്ളത് തോന്നുന്നത്. കാരണം ഇവരിപ്പോൾ ഇതിനുള്ള പരിഹാരം ചെയ്യുമ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ ആ ഒരു ചേഞ്ച് അവർക്ക് അന്നേരം തൊട്ടത് ഫീൽ ചെയ്യുകയും ചെയ്യും. എപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ദോഷം എന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് പരിഹാരം ചെയ്തെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. ചിലപ്പം പലപ്പോഴും പല രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യും, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കില്ല. അപ്പം നമ്മുടെ സമയവും പൈസയും വെറുതെ കളയാമെന്നുള്ളതല്ലാതെ കൃത്യമായിട്ടുള്ള വിഷയങ്ങൾ എന്താണെന്ന് കണ്ട് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ കിട്ടുന്നത് ഉടനടി തന്നെ നമുക്ക് എപ്പോൾ ചെയ്യുന്നു അന്നേരം തൊട്ട് നമുക്ക് അതിന് ചേഞ്ച് ഫീൽ ചെയ്യും. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെയാണ്. ഒരു 1%, 2%, 3% നമുക്ക് എപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുന്നു അന്നേരം തൊട്ട് അതിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ഇവർ ഈ പറഞ്ഞ പോലെ ഇവരുടെ ജാതകത്തിൽ നല്ല സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഡൈവേഴ്സ് വിഷയം വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണല്ല ഇത് കന്നിമൂലയ്ക്ക് സെപ്റ്റി ടാങ്കാണ്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാവും. അതുപോലെ ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഫാമിലി പ്രോബ്ലംസ്, പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ താമസിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളങ്ങളും, ചിലപ്പം ജാതകത്തിലൂടെ മോശം സമയമാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഡൈവേഴ്സിൻ്റെ വക്കിലേക്ക് എത്താം. പക്ഷേ അത് ഇവരെ ബാധിക്കുന്നത് ഈ ഒരു ടാങ്കിൻ്റെ വിഷയം മാത്രമാണ്. ഇതിന് പരിഹാരം ചെയ്യുമ്പോൾ ആ ഒരു വിഷയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.